മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായുള്ള കാട്ടാനാക്രമണങ്ങളിൽ ഭീതിയോടെ പ്രദേശവാസികൾ. ഇരിഞ്ഞാലക്കുടയിൽ വീണ്ടും സഹകരണ ബാങ്ക് കൊള്ളയെന്ന് BJP. കാരളം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ചും ബിനാമി വായ്പകൾ എടുത്തും സഹകാരികളുടെ പണം തട്ടിയെടുത്തതായി ആരോപണം. അളഗപ്പനഗർ പാലക്കുന്ന് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പൈപ്പ് വെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതി. ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപവുമായി പ്രദേശവാസികൾ. വേനൽ കടുത്തതോടെ തീപിടുത്തങ്ങൾ പതിവാകുന്നു. അരണാട്ടുകരയിലും നന്ദിപുലത്തും ഒഴിഞ്ഞ പറമ്പുകളിൽ വൻ അഗ്നിബാധ. തീയണച്ചത് ഫയർഫോഴ്സ് എത്തി. തിരുവില്വാമല വില്വാതിരുനാഥ ക്ഷേത്രത്തിലെ ഏകാദശിക്ക് വൻ ഭക്തജന പ്രവാഹം. ഏകാദശി നാളിൽ പതിവ് പോലെ കുംഭാര സേവകരെത്തി. വാർത്തകൾ വിശദമായി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പൻ, പറപ്പുള്ളിത്തറയിൽ സോമൻ, വാക്കനാമ്പാടത്തിൽ പോൾസൻ എന്നിവരുടെ വാഴ, ജാതി, കവുങ്ങ് എന്നീ കൃഷികളാണ് ആന നശിപ്പിച്ചത്. 2 ആഴ്ച മുൻപ് കാട്ടാന ഇറങ്ങി മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഫെൻസിംഗ് സംവിധാനം പൂർണ്ണമല്ലാത്തതാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ വീണ്ടും സഹകരണ ബാങ്ക് കൊള്ള നടന്നതായി ആരോപിച്ച് BJP പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ സഹകരണ ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. CPM നേതൃത്വത്തിലുള്ള കാരളം സർവീസ് സഹകരണ ബാങ്കിലാണ് മുക്കുപണ്ടം പണയം വെച്ചും കരുവന്നൂർ മോഡലിൽ ബിനാമി വായ്പകൾ എടുത്തും സഹകാരികളുടെ പണം തട്ടിയെടുത്തതായാണ് ആരോപണം. 70 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്ന് പരാതിയിൽ പറയുന്നു. മുകുന്ദപുരം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് BJP സഹകരണ സെല്ലിന്റെ നേതൃത്വത്തിൽ കരുവന്നൂർ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിൽ മുഖ്യ പങ്കുവഹിച്ച MV സുരേഷ് പരാതി നൽകി. സ്വർണ്ണപ്പണയ ഉരുപ്പടികൾ അടിയന്തരമായി പരിശോധിക്കുക, മുക്കുപണ്ടം പിടിച്ചെടുക്കുക, ബിനാമി വായ്പകൾ എടുത്തത് പരിശോധിക്കുക എന്നീ ആവശ്യങ്ങളാണ് പരാതിയിൽ ഉള്ളത്. ഒരു കാലയളവ് കൊടുത്തിരുന്നു. നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുണ്ട്. എന്നാൽ ഇത്ര നാളെ 1 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു കടലാസ് പോലും കൊടുക്കാൻ തയ്യാറാവാതെ അവർ സംരക്ഷിക്കുന്ന നിലപാടാണ് CPIയും CPMും നേതൃത്വം കൊടുക്കുന്ന കാരളം ബാങ്ക് ഭരിക്കുന്ന LDF ഭരണസമിതി അവലംബിച്ച് പോരുന്നത്. ഗുരുവായൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ബ്ലാങ്ങാട് ശാഖയിലെ മുക്കുപണ്ട തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് അർബൻ ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ, ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, KR ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ജനങ്ങളെ വഞ്ചിച്ചിട്ടുമുള്ള സമീപനമുണ്ടല്ലോ, അത് നടക്കില്ല എന്നുള്ള സൂചനയില്ലാത്ത ഇവിടെ എന്താണ് പ്രത്യേകം. അളഗപ്പനഗർ പാലക്കുന്ന് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 2 മാസത്തോളമായി കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത് 20ഓളം കുടുംബങ്ങൾ. പൈപ്പ് വെള്ളം എത്തുന്നില്ലെന്നും ആക്ഷേപം. അളഗപ്പനഗർ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ പാലക്കുന്ന് ആമക്കോട് മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പലയിടത്തും പൊട്ടിയ നിലയിലാണ്. 2 മാസമായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നത്. പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തുകാർ. ഈ ഭാഗത്തേക്ക് വെള്ളത്തിന്റെ വരവ് ഭയങ്കര കുറവാണ്. എന്നുവെച്ചാൽ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് മിക്ക വീടുകളും ഇവിടെ ഉള്ളത്. പക്ഷെ വെള്ളം വരവില്ല. 1 മാസമല്ല 2 മാസത്തിലേറെ ശരിക്കും ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വെള്ളം കിട്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം പരാതി പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വരെ ഒരു 10-12 പ്രാവശ്യം വിളിച്ചാലും അവർ ഫോണേ എടുക്കില്ല. എടുത്തു കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടിക്കാണ്, ശരിയാക്കി കഴിഞ്ഞാൽ വെള്ളം വിടും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പൈപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു, ഞായറാഴ്ച വെള്ളം വിടാന്ന് പറഞ്ഞു, വെള്ളം വിട്ടില്ല. വിളിച്ച് പരാതി പറയണതിന് ഒരു കുറവുമില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ഇത് ഇങ്ങോട്ട് കിട്ടണില്ല, വെള്ളം വരുന്നില്ല. വണ്ടി വെള്ളമാണ് ഇപ്പൊ ഞങ്ങൾ അടിക്കണത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് മറ്റുമായി താഴ്ന്ന പ്രദേശത്തെ പാടത്തുള്ള കിണറിലെ വെള്ളമാണ് ഇവർക്ക് ഏക ആശ്രയം. പലപ്പോഴും രാത്രി ഏറെ വൈകി പൈപ്പ് വഴി 1 മണിക്കൂറോളമാണ് വെള്ളം തുറന്നുവിടുന്നത്. പൈപ്പുകൾ പലയിടത്തും പൊട്ടിയതിനാൽ ഉയർന്ന പ്രദേശമായി ഇവിടേക്ക് വെള്ളം എത്തുന്നത് വളരെ കുറഞ്ഞ ശക്തിയിലാണ്. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അലക്കാനും അവിടെ താഴെ ഒരു പൊട്ടക്കുളമുണ്ട്, അവിടെ പോയിട്ടാണ് ഞങ്ങൾ അലക്കിയിട്ട് വരുന്നത്. എനിക്ക് കുടിക്കാൻ വെള്ളമില്ല. വെള്ളം രാത്രി 1 മണിക്ക് വിടും. വെള്ളം വരുന്നത് പൈപ്പില് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മോട്ടർ വിടുന്നുള്ളവര്. അത് വെള്ളം റോട്ടില് പായർക്ക് വീട്ടിലൊക്കെ വെട്ടി റോഡ് വെള്ളം ലീക്കായി പോയി മോട്ടർ നിർത്തുക. നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് വളരെ ഭക്ഷണത്തിന് കഴിഞ്ഞു. ആരും ചോദിക്കാനും വലിയ പറയാനില്ല.
ആഴ്ചയിലൊരിക്കൽ 950 രൂപ നൽകി ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് പല വീടുകളിലും ഉപയോഗിക്കുന്നത്. രാത്രി ജോലി കഴിഞ്ഞെത്തിയാൽ ഉറക്കം നഷ്ടപ്പെടുത്തി പൈപ്പിന് മുന്നിൽ വെള്ളത്തിനായി കാവലിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ വീട്ടമ്മമാർ. ഇവിടുത്തെ പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടി വെള്ളം ലീക്കായി പോകുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് തന്നെ, വാട്ടർ ടാങ്കിൻ്റെ ഇപ്പോൾ നിലവിലുള്ള വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് അതിന് മേലേക്ക് കയറുമ്പോൾ ഒരു വഴിയുണ്ട്, ഒരു കോൺക്രീറ്റ് ചെയ്ത വഴി, അവിടെയും പൊട്ടിപ്പോകണം. പിന്നെ അമ്പലത്തിൻ്റെ താഴെ, അങ്ങനെ പലതെങ്കിലും പൊട്ടിപ്പോകുമ്പോൾ കയറ്റമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാൻ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും വരില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. നിരവധി തവണ അധികൃതരെ കണ്ട് പരാതി നൽകിയെങ്കിലും പൈപ്പുകൾ അറ്റകുറ്റപ്പണി തീർത്താൽ വെള്ളം എത്തുമെന്ന ഒഴുക്കൻ മറുപടിയാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. വേനൽ കൂടുതൽ കടുക്കുന്നതോടെ വെള്ളം ലഭിക്കുന്ന ഇടവേളകൾ വർദ്ധിക്കും. ഇതിനിടയിലുള്ള ദിവസങ്ങൾ കുടിക്കാനും കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കൂടുതൽ വില കൊടുത്ത വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, പുതുക്കാട്. അരണാട്ടുകരയിൽ ഉണക്കപ്പുല്ലിന് തീപിടിച്ച് വൻ അഗ്നിബാധ. അരണാട്ടുകര വടൂക്കര റോഡിനോട് ചേർന്നുള്ള പാടത്തും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുമായുള്ള ഉണക്കപ്പുല്ലിനാണ് തീപിടിച്ചത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കാറ്റും കനത്ത പുകയും തീയണയ്ക്കാനുള്ള ശ്രമത്തിന് തടസ്സമായി. തീപിടിച്ച പറമ്പിന് ചുറ്റും വീടുകളുള്ളത് ആശങ്കയ്ക്കിടയാക്കി. ഏതാനും തെങ്ങുകളും കത്തിനശിച്ചു. അരണാട്ടുകര വടൂക്കര റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാത നന്ദിക്കരയ്ക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിൽ പറമ്പിലെ ഉണങ്ങിയ പുല്ലിലേക്ക് തീ അതിവേഗം പടർന്നു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തീ പടരാതെ തടയാൻ അഗ്നിരക്ഷാസേനയ്ക്ക് സാധിച്ചു. കാരമുക്ക് വിളക്കുംകാലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. വിളക്കുംകാൽ കുറ്റൂക്കാരൻ ഓഡിറ്റോറിയത്തിനു സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വൻ ശബ്ദത്തോടെ തീ ആളിക്കത്തിയത്. ശക്തിയായ കാറ്റുള്ളതിനാൽ വേഗത്തിൽ തീ പടർന്നു. നാട്ടുകാർ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഒരു 3/4 മണിക്കൂർ മുമ്പാണ് ഇവിടെ ഒരു തീ ആദ്യം. ഇത് മണ്ണൂർ പഞ്ചായത്തിൽ 12ാം വാർഡിൻ്റെ ഒരു ബൗണ്ടറിന്നത്. ഇവിടെ ഒരു 3/4 മണിക്കൂർ മുമ്പ് റോഡ് സൗണ്ട് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും എത്തി നോക്കിയപ്പോഴാണ് തീ പെട്ടെന്ന് ആളിപ്പടർന്ന് ഒരു ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു പറമ്പുണ്ടായിരുന്നു. അത് കാട് പിടിച്ച് ആൾ താമസമില്ലാത്ത വീടുന്ന് അവിടെ പാമ്പും എല്ലാം ഉള്ള സ്ഥലമാണത്. അവിടെയാണ് ആദ്യം തീ ആളി പിടിച്ചത്. അതോടുകൂടി എല്ലാവരും ഇറങ്ങി, ആർക്കൊന്നും ചെയ്യാൻ ഭയങ്കര കാറ്റായിരുന്നു, ഒരു നിർവൃത്തിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നത്. അവർ വന്നു. നെന്മണിക്കര പാലിയം പാടത്തുണ്ടായ തീപിടുത്തത്തിൽ 20 ഏക്കറോളം കൃഷിയിടം കത്തിനശിച്ചു. നിരവധി കാർഷിക വിളകൾ തീപിടുത്തത്തിൽ നശിച്ചു. പറമ്പിന്റെ ഒരു ഭാഗത്തു നിന്നും പടർന്ന തീ കാറ്റ് പിടിച്ചതോടെ പൂർണ്ണമായും ബാധിക്കുകയായിരുന്നു. കൃഷിയുടമകൾ വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കി. പാട്ടത്തിനെടുത്ത സ്ഥലത്തെ കൃഷിയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. 50 നേന്ത്രവാഴകൾ, 20 കവുങ്ങുകൾ, 10 തെങ്ങുകൾ, പ്ലാവ്, 5 മാവ് എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. കർഷകരായ ഇഞ്ചോടി ദിനേശ്, പാറയ്ക്ക ആന്റണി, പിടിയത്ത് ബൈജു തുടങ്ങിയവരുടെ കൃഷികളാണ് നശിച്ചത്. കർഷകനായ വിൻസെന്റ് പൊയ്യയുടെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ ഷെഡ്, പൈപ്പ് എന്നിവ ഉൾപ്പെടെ കത്തി നശിച്ച നിലയിലാണ്. തീപിടുത്തത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തീ പടർന്നത് അഗ്നിരക്ഷാസേനയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി. തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷിച്ചു. ഏകാദശിയോടനുബന്ധിച്ച് ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, കല്ലേക്കുളങ്ങര അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കീർത്തനാലാപനം നടന്നത്. ഭജന, നൃത്തപരിപാടികൾ എന്നിവയും അരങ്ങേറി.
ചൊവ്വാഴ്ച ദ്വാദശി ഊട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ആയിരങ്ങളാണ് ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പതിവ് പോലെ ഏകാദശി ദിവസവും കുംഭാരസേവകരെത്തി. വ്രതമെടുത്തെത്തിയ കുംഭാരസേവകർ ക്ഷേത്രത്തിനു സമീപം നിളയിൽ കുളിച്ച് പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. ഹനുമാന്റെ വാലിന്റെ പ്രതീകമായുള്ള വാലഗ്നിയുമായി ഉടുക്കുകൊട്ടിന്റെയും രാമസ്തുതികളുടെയും അകമ്പടിയിൽ സ്ത്രീകളടക്കമുള്ള സംഘം ക്ഷേത്രം വലം വച്ചു. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചാണ് സംഘം മടങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പ് കേസ് ഇരയായവരിൽ പ്രവാസികളും. ഇരിഞ്ഞാലക്കുട സ്വദേശിയായ വ്യക്തി ബില്യൺ ബീസ് ഉടമകൾക്ക് ദുബായിൽ വെച്ച് പരിചയപ്പെടുത്തി നൽകിയ പ്രമുഖരും തട്ടിപ്പിനിരയായി. ബില്യൺ ബീസിലെ ജീവനക്കാരും തട്ടിപ്പിനിരയായിട്ടുണ്ട്. ആദ്യ വർഷങ്ങളിൽ ലാഭം കിട്ടിയതറിഞ്ഞാണ് ജീവനക്കാരും പണം നിക്ഷേപിച്ചത്. നിക്ഷേപ തട്ടിപ്പിന് പിന്നിൽ കള്ളപ്പണ ഇടപാടും ഉണ്ടെന്നുള്ള സൂചനകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തേക്കും. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 150 കോടിയാണ് ബില്യൺ ബീസ് ഉടമകളായ ബിബിൻ കെ ബാബു, ഭാര്യ ജയ്ത, സഹോദരൻ സുബിൻ എന്നിവർ ചേർന്ന് തട്ടിയെടുത്തത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ബില്യൺ ബീസ് ക്യാപിറ്റൽ ലിമിറ്റഡ് ചെയർമാൻ ബിബിൻ കെ ബാബുവിനു വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. 2018 മുതലാണ് നടവരമ്പ് സ്വദേശി ബിബിൻ ബാബു കനത്ത ലാഭവും പലിശയും വാഗ്ദാനം ചെയ്ത് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 55 പരാതികളാണ് സ്ഥാപനത്തിനെതിരെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 5 എണ്ണത്തിൽ FIR ഇട്ടു. 1 എണ്ണം ക്രൈംബ്രാഞ്ചിനും 4 എണ്ണം DYSPക്കുമാണ് ലഭിച്ചത്. 10 കോടി 28 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്ന് ജില്ലാ റൂറൽ പോലീസ് മേധാവി അറിയിച്ചു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നാളെ. പ്രധാന പങ്കാളികളായ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങൾ പൂരത്തിനൊരുങ്ങി. രാവിലെ 11:30 എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് നടപ്പുര പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആരംഭിക്കും. ഉച്ചയ്ക്ക് എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉച്ചയ്ക്ക് 12-ന് ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമാകും. തുടർന്ന് ദേശങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്, പൂതൻ, തിറ, ഹരിജൻ വേല തുടങ്ങിയവ നടക്കും. വൈകിട്ട് ഭഗവതിപുരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 8-ന് കുമരനെല്ലൂർ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽപൂരത്തിന് സമാപനമാകും. പൂരപ്രേമികൾക്ക് ആവേശ കാഴ്ച സമ്മാനിക്കുകയാണ് ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ദേശങ്ങൾ ഒരുക്കിയ കാഴ്ചപ്പന്തലുകൾ. ഉയരത്തിൽ മുമ്പിൽ ഏങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തലാണ്. 100 അടി നീളത്തിലും 110 അടി ഉയരത്തിലും 10 തട്ടുകളിലായി 5 നിലകളിൽ ഗോപുരം ക്ഷേത്ര മാതൃകയിലാണ് പന്തലൊരുക്കിയിരിക്കുന്നത്. ചെറുതുരുത്തി ആരാധന പന്തൽസ് ആൻഡ് ഇവന്റ്സിന്റെ നേതൃത്വത്തിൽ മാളിയക്കൽ സെയ്തലവിയും അദ്ദേഹത്തിന്റെ മകൻ ഹൈദരാലിയും ചേർന്ന് 1 മാസമെടുത്താണ് പന്തൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായാണ് കുമരനെല്ലൂർ ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. 100 അടി നീളത്തിലും 100 അടി വീതിയിലും ഗോപുര മാതൃകയിലാണ് പന്തലിന്റെ നിർമ്മാണം. ചെറുതുരുത്തി മയൂര പന്തൽ വർക്ക്സ് ഉടമ MA യൂസഫും അദ്ദേഹത്തിന്റെ മകൻ കബീറും 20ഓളം തൊഴിലാളികളും ചേർന്നാണ് കാഴ്ചപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയോരത്ത് വടക്കാഞ്ചേരി ദേശകമ്മിറ്റി ഓഫീസിന് എതിർവശത്തായാണ് വടക്കാഞ്ചേരി ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ. 90 അടി നീളത്തിലും 90 അടി ഉയരത്തിലുമാണ് ഇത്തവണ കാഴ്ചപ്പന്തലിന്റെ നിർമ്മാണം. ഗോപുരക്ഷേത്ര മാതൃകയിൽ തീർത്ത ക്ഷേത്രപന്തൽ 38 വർഷത്തോളമായി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന മിണാലൂർ ചന്ദ്രനാണ് പന്തൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. 20 വർഷത്തോളമായി വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടി പന്തലൊരുക്കുന്നത് ചന്ദ്രനാണ്. TC വിനോസ്, വടക്കാഞ്ചേരി.
പാലപ്പെട്ടിയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. കഴിമ്പ്രം കുറുപ്പത്ത് സുകുമാരന്റെ ഭാര്യ 64 വയസ്സുള്ള സുമതിയാണ് മരിച്ചത്. കഴിഞ്ഞ ഡിസംബർ 29 രാത്രി എടമുട്ടം പാലപ്പെട്ടി വളവിന് തെക്കുഭാഗത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിലാണ് സുമതിക്ക് പരിക്കേറ്റത്. ഓട്ടോയിൽ സഞ്ചരിക്കവേ വാഹനത്തിന് പുറകിൽ ടെമ്പോ ട്രാവലർ ഇടിക്കുകയായിരുന്നു. ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 44-കാരന് തടവും പിഴയും. കയ്പമംഗലം വില്ലേജ് കൈവപ്പ് ദേശത്ത് ചക്കരച്ചങ്കത്ത് വീട്ടിൽ കുട്ടൻ മകൻ ഹനീഷിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ കോടതി നമ്പർ 1 ജഡ്ജി ഷെറിൻ ആഗ്നസ് ശിക്ഷിച്ചത്. 2023 ആഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. കുഞ്ഞിന്റെ രോഗിയായ അമ്മയെയും കൊണ്ട് അച്ഛൻ ആശുപത്രിയിൽ പോകുന്നത് മനസ്സിലാക്കി പ്രതി വീട്ടിലെത്തി വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി ബാലികയെ ആക്രമിക്കുകയായിരുന്നു. 8 വർഷം കഠിന തടവും 50,000 രൂപയും കോടതി ശിക്ഷ വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു, അഡ്വക്കേറ്റ് ശിവ PR എന്നിവർ ഹാജരായി. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മാന്തോപ്പ് 11-ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നു. CPM സ്ഥാനാർത്ഥിയായി ഷഹർബാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിജി ഗീവറും BJP സ്ഥാനാർത്ഥിയായി വിനീത ഷിബിയുമാണ് മത്സരരംഗത്തുള്ളത്. കാണിപ്പയ്യൂർ LP സ്കൂളിലെ 2 ബൂത്തുകളിലായിരുന്നു വോട്ടെടുപ്പ്. നിലവിലെ CPM മെമ്പറായിരുന്ന ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കടൽ മണൽ ഖനനത്തിനെതിരെ വ്യാഴാഴ്ച തീരദേശ ഹർത്താൽ നടത്തുമെന്ന് മത്സ്യത്തൊഴിലാളി ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കടൽ മണൽ ഖനനത്തിന് സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് അനുമതി നൽകി മത്സ്യമേഖലയെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് പിൻവലിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA, V സുരേന്ദ്രൻ മരക്കാർ, IK വിഷ്ണുദാസ്, KC സതീശൻ, PA ഷാഹുൽ ഹമീദ്, KV തമ്പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടൂർ മുനയത്ത് താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിനെതിരെ ആരോപണവുമായി കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലം നിർമ്മാണത്തിനാവശ്യമായ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിക്കുകയും ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് 8 വർഷത്തിലധികമായിട്ടുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പാലിയത്താഴത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ സെക്രട്ടറിമാരായ സേതുമാധവൻ, PT ജോർജ്, സിജോയ് തോമസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ഹെൽമറ്റ് ധരിച്ചെത്തി BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. നഗരസഭാ ഓഫീസിൽ എതിരാളികളെ നേരിടാൻ ഇടിമുറിയുണ്ടെന്നാരോപിച്ചാണ് BJP കൗൺസിലർമാർ ഹെൽമറ്റ് ധരിച്ച് യോഗത്തിനെത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത ആശുപത്രി അധികൃതരുടെ യോഗത്തിനുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക, നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് കാലങ്ങളായി നടത്തിവരുന്ന നിയമനങ്ങൾ വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കൗൺസിലർമാർ നഗരത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി TJ ജെമി, KA സുനിൽകുമാർ, ON ജയദേവൻ, KS ശിവറാം, ശാലിനി വെങ്കിടേഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ലോ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനി ഫാത്തിമ മൗസ മെഹറീസിനെയാണ് താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 20 വയസ്സായിരുന്നു. എറവ് 6-ാം കല്ലിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ക്രിസ്റ്റിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ക്രിസ്റ്റിയും സുഹൃത്ത് അക്ഷയും ബൈക്കിൽ വരുമ്പോൾ മോഹനൻ ഇവരുടെ ബൈക്കിന്റെ മുന്നിൽ കയറി നിന്ന് കൈ കാണിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്താൽ ക്രിസ്റ്റി ബൈക്കിൽ നിന്നിറങ്ങി മോഹനനെ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരുന്നു. തുടർന്നാണ് ക്രിസ്റ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ക്രിസ്റ്റിയെ റിമാൻഡ് ചെയ്തു. പോലീസും നഗരസഭയും കിണഞ്ഞു ശ്രമിച്ചിട്ടും ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിന് അറുതിയായില്ല. പാലത്തിന് താഴെ മദ്യപിച്ച് ചേരിതിരിഞ്ഞ സംഘർഷം പതിവാണ്. ശബരിമല സീസണിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടോടികളുടെ താവളമായിരുന്നു മേൽപ്പാലത്തിന് താഴെയുള്ള ഭാഗം. ഇതേ തുടർന്ന് പരിസരത്തെ വ്യാപാരികൾ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് വന്നിരുന്നു. പാലത്തിന് താഴെ ഓപ്പൺ ജിം, ഫുഡ് കോർട്ട് എന്നിവ നിർമ്മിക്കുന്നതിനു വേണ്ടി ടൈൽ വിരിച്ച് മനോഹരമാക്കിയിരുന്നു. ഇതാണ് സാമൂഹ്യവിരുദ്ധർ കൈയടക്കിയിരിക്കുന്നത്.
കുന്നംകുളം മരത്തംകോട് കാർ ബൈക്കിലിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അപകടത്തിന് ഇടയാക്കിയ കാർ നിർത്താതെ പോയി. മരത്തംകോട് സ്വദേശി പ്രസൂണിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തീരദേശത്തെ ബീച്ചുകളിലെ കടകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിലെ കടകളിൽ മോഷണം നടത്തുകയും ചന്തപ്പുരയിൽ നിന്ന് ബൈക്ക് മോഷ്ടിക്കുകയും ചെയ്ത സംഭവങ്ങളിൽ പ്രതിയായ നാട്ടിക സ്വദേശി ചീരംകുളം അനന്തുകൃഷ്ണനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ സംശയാസ്പദമായ രീതിയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുമായി എത്തിയ അനന്തുകൃഷ്ണനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കട കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസും ബൈക്ക് മോഷണ കേസും തെളിഞ്ഞത്. കയ്പമംഗലം സ്വദേശിയെ കാപ്പാച്ചുമത്തി നാടുകടത്തി. കരടിവളവ് സ്വദേശി പള്ളത്തുവീട്ടിൽ മിഥുനെയാണ് കാപ്പാച്ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. മിഥുൻ കയ്പമംഗലം മതിലകം സ്റ്റേഷനുകളിലായി കവർച്ച ഉൾപ്പെടെ 7ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഉത്രാളി പൂരം പാടത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വഴിയോര കച്ചവടക്കാരനായ തേനി സ്വദേശി ഖാദർ ഇസ്മയിലാണ് മരിച്ചത്. പാടത്ത് രാത്രി ഉറങ്ങാൻ കിടന്ന ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിലൂടെ വാഹനങ്ങളുടെ മെല്ലെപ്പോക്കിന് പരിഹാരമായി. റോഡ് അറ്റകുറ്റപ്പണി നടത്തിയതോടെ ഗതാഗത കുരുക്ക് ഒഴിവായി. എന്നാൽ റെയിൽവേ മേൽപ്പാലം എന്ന പ്രദേശവാസികളുടെ സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും മോഷ്ടിച്ചു. ചന്തപ്പുര ടൗൺ LP സ്കൂളിലാണ് സംഭവം. കുടിവെള്ള പൈപ്പുകളും ശുചിമുറിയിലെ ടാപ്പുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുമാണ് തല്ലിത്തകർത്തത്. നിരവധി സാമഗ്രികൾ കവർന്നു. സ്കൂൾ അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. വിദ്യാലയത്തിൽ അതിക്രമവും മോഷണവും നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ CS സുമേഷ് ആവശ്യപ്പെട്ടു. ഈ മുടക്ക ദിവസങ്ങൾ നോക്കിക്കൊണ്ട് ബാത്റൂമിലെയും കുടിവെള്ളത്തിൻ്റെയും ഏകദേശം ഒരു 10-12 ടാപ്പുകൾ വാത തല്ലി പൊളിച്ചുകൊണ്ട് ടാപ്പുകൾ എടുത്തുകൊണ്ട് പോയി മോഷ്ടിക്കപ്പെട്ടു. തീർച്ചയായും ഇത്രയും കുട്ടികൾക്ക് ഇന്ന് കുടിവെള്ളവും അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലൊക്കെ അറിയിച്ചെങ്കിൽ കൂടി അത് പൂർത്തീകരിക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതുവരെ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ വെള്ളം വളരെ ബുദ്ധിമുട്ടായി. കുടിവെള്ള പൈപ്പ് പൊട്ടിക്കിടക്കുന്നു. കൂടാതെ ബാത്റൂം, ഞങ്ങളുടെ ടോയ്ലറ്റിലുള്ള പൈപ്പുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നടപടി എടുക്കുമെന്ന് വിചാരിക്കുകയാണ്. കുട്ടികൾക്ക് കുടിവെള്ള സംവിധാനം എടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇന്ന് കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലില്ല. സഹോദരന്റെ കീഴിൽ പരിശീലിച്ച് സഹോദരിക്ക് സ്വർണം. സംസ്ഥാന അമേച്വർ ജൂനിയർ വുമൺ റെസ്ലിംഗ് 59 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ MR റെനീസയാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. സഹോദരൻ MR റയീസുദ്ദീനാണ് റെനീസയുടെ പരിശീലകൻ. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് നൌഷിജ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. തൃശൂർ വിമല കോളേജിൽ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് റെനീസ. രണ്ടുപേരും സ്കൂൾ കോളേജ് തലങ്ങളിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, മോളി തോമസ്, ജോൺ വട്ടക്കാവിൽ, സായൂജ് സുരേന്ദ്രൻ, സിജിൽ എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ പഞ്ചായത്തിലെ 150 ഏക്കർ നെൽകൃഷി ഉപ്പുവെള്ളം കയറി നശിച്ചതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KN സജീവൻ, പരമേശ്വരൻ നമ്പൂതിരി, സോണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി 2 തവണ സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് പുരസ്കാരം ലഭിച്ച
ഗുരുവായൂർ നഗരസഭ സംഘടിപ്പിച്ച സ്വാഭിമാന സംഗമം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്ത്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, എ.സി.പി. ടി.എസ്. സിനോജ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന പൊതുയോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ.ആർ. രാധിക, വിനോദിനി പാലക്കൽ, വിജിനി ഗോപി, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്ത് രാവും പകലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവർക്കാവശ്യമുള്ള മരുന്നും കാര്യങ്ങളിലും വീടുകളിൽ എത്തിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ സർവേ നടത്തിക്കൊണ്ട് ഈ കോവിഡ് മഹാമാരി അടക്കമുള്ള കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു അസുഖത്തെയും ഭയക്കാതെ ഫീൽഡിലിറങ്ങിക്കൊണ്ട് വീടുകളിൽ ചെന്നുകൊണ്ട് രോഗികളെ അടുത്ത് ചെന്ന് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് ഇന്ന് കിട്ടുന്നത് 7,000 രൂപയാണ്. കൊടുങ്ങല്ലൂരിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ബാഗിൽ നിന്നും പണം കവർന്ന ബീഹാർ സ്വദേശി അറസ്റ്റിൽ. പടിഞ്ഞാറൻ നടയിലുള്ള ബിൽഡിംഗിലെ സെക്യൂരിറ്റിയായ പള്ളിപ്പുറം സ്വദേശിയായ ബാബുവിന്റെ ബാഗിൽ നിന്നും 20,000 രൂപ മോഷ്ടിച്ച ബീഹാർ സ്വദേശി ചന്ദനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പോണല്ലൂർ ദേശത്തെ ശ്രീ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദി ഗരുഡ പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഏറ്റുവാങ്ങി. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 40 വർഷമായി ഓട്ടൻതുള്ളൽ കലാരംഗത്തിന് നൽകിയ സംഭാവന കണക്കിലെടുത്താണ് റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗോപിനാഥിന് പുരസ്കാരം സമ്മാനിച്ചത്. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19ാം വാർഷിക യോഗവും കുടുംബസംഗമവും ആഘോഷിച്ചു. അമ്പലപ്പാറ പ്രസിഡന്റ് പി.വി. വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേറ്റർ കമ്മിറ്റി അമ്പലപ്പാറ പ്രസിഡന്റ് കെ.ടി. ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ കെ.എ. ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം എന്നിവർ സംസാരിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെ വി. ശങ്കരമേനോൻ എൻഡോവ്മെന്റ് ഗോൾഡ് മെഡൽ പുരസ്കാരത്തിന് ആലപ്പാട് പുറത്തൂർ സ്വദേശിനി പി.ജി. ജയശ്രീ അർഹയായി. ഭൂഭാഗ ഛായാചിത്രം വിഭാഗത്തിൽ ബേൺഡ് അഡോബ് ചുട്ടമണ്ണ് എന്ന സീരിയൽ ചിത്രത്തിനാണ് ജയശ്രീയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ചിത്രകലാധ്യാപികയായ ജയശ്രീ പുറത്തൂർ കൊല്ലാറ സുരേഷ് ബാബുവിന്റെ ഭാര്യയാണ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ടശ്ശാമക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മരണപ്പെട്ട വ്യാപാരി കെ.ആർ. സത്യയുടെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപ കൈമാറി. വ്യാപാരി മിത്ര മുഖാന്തരമുള്ള ധനസഹായ വിതരണം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മിത്ര വൈസ് പ്രസിഡന്റ് സച്ചിൻ കാട്ടിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ. തലക്കോട്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ്, സമിതി ഏരിയ സെക്രട്ടറി കെ.എൽ. ജോസ്, യൂണിറ്റ് സെക്രട്ടറി വി.വി. ഷൺമുഖൻ, ജോയ് പ്ലാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാലോ, 2 വർഷം ആയിരിക്കാം, 2 വർഷം കഴിഞ്ഞു. 27ാമത്തെ ചടങ്ങ് പറയാനുള്ളത്. ഒന്ന്, ഇത് നമ്മൾ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി 2 ഗോൾഡ് മെഡലും 1 വെള്ളിയും കരസ്ഥമാക്കിയ കണ്ടശ്ശാംകടവ് സ്വദേശിനി മീനാക്ഷിയെ നാട്ടൊരുമയുടെയും ദേശത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മാമ്പിള്ളി ഞെട്ടിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ മണലൂർ പഞ്ചായത്ത് അംഗം രതീഷ് കൂനത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് പൊറ്റേക്കാട് വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. നാട്ടൊരുമ ഡയറക്ടർ ഭക്തവത്സലൻ പൊറ്റേക്കാട്, ഷാലി വർഗീസ്, സോണി പൊറ്റേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആശംസാ പ്രസംഗത്തിനായി അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി പറഞ്ഞോളൂ.
വർഷവും ഈ നാടിനു വേണ്ടി സമർപ്പിച്ച കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 38-ാം വാർഡിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മംഗലശ്ശേരി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, ലതാ ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ KR ജൈത്രൻ, TS സജീവൻ, MK രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. 2014 തുടങ്ങി വെച്ചതാണ് ഗവേഷൻ്റെ റോഡ്. അതുപോലെ തന്നെ അന്ന് സജീവനായിരുന്നു അന്ന് കൗൺസിലർ. അന്നാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അന്ന് ജയതേട്ടൻ ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മൾ കുറിക്കുന്നത്. ഇവിടെ നിന്നുള്ള നല്ല സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. സലീമിൻ്റെയൊക്കെ നല്ല പ്രവർത്തനങ്ങൾ, വാർഡ് കൗൺസിലറായിരുന്ന സജീവൻ ഉൾപ്പെടെ എല്ലാവരുടെയും അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡാണ്. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് സമ്മാനിച്ച LED TVയുടെ സ്വിച്ച് ഓൺ കർമ്മം പ്രസ് ക്ലബിൽ വെച്ച് നടന്നു. കുമരനെല്ലൂർ ദേശം ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമപ്രവർത്തകരായ V മുരളി, അരുൺദാസ് P, അജീഷ് കർക്കിടകത്ത്, ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബിലേക്ക് സെറ്റ് ടോപ്പ് ബോക്സ് സൗജന്യ കണക്ഷൻ നൽകിയ VCV മാനേജ്മെന്റിന് ഭാരവാഹികൾ നന്ദി അറിയിച്ചു. പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ശ്മശാന ഭൂമിയിൽ കളിസ്ഥലം അനുവദിക്കില്ലെന്ന് ശ്മശാനഭൂമി സംരക്ഷണ സമിതി. അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. ശ്മശാനഭൂമി സംരക്ഷണ സമിതി പ്രസിഡന്റ് PV അജയൻ അധ്യക്ഷത വഹിച്ചു. TV മോഹനൻ, AK സന്തോഷ്, CK മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മറ്റത്തൂർ പഞ്ചായത്തിനുള്ള വ്യാപാരികളുടെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സെബാസ്റ്റ്യൻ മഞ്ഞളി, P പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം ആനച്ചമയ പ്രദർശനം ആരംഭിച്ചു. കറുവണ്ണ ക്ഷേത്രത്തിന് സമീപമുള്ള NSS മൈതാനിയിലാണ് ആനച്ചമയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ധർമ്മരാജ് മാങ്കാത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മാള ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷത്തിന് റോബോട്ടിക് ആന. ഏഷ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വോയിസ് ഫോർ ഏഷ്യൻ എലിഫൻസ് എന്ന സംഘടനയാണ് ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് റോബോട്ടിക് ആനയെ സമർപ്പിച്ചത്. ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് റോബോട്ടിക് ആനകളെ കയറ്റി അയക്കുന്നുമുണ്ട്. കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ 640 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ചാണ് നഗരസഭയിലും നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, AS സുജീഷ്, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പോട്ടയിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവാവിനെ പ്രത്യേക അന്വേഷണ സംഘം 5.25 കിലോ കഞ്ചാവ് സഹിതം പിടികൂടി. മോതിരക്കണ്ണി ആന്ധ്രക്കാമ്പാടം സ്വദേശി പുത്തരിക്കൽ തട്ടാരത്ത് വീട്ടിൽ അലോഷ്യസിനെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് അറസ്റ്റ്. ഇൻസ്റ്റാഗ്രാം, ഷെയർ ചാറ്റ് പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ഇടപാടുകാരുമായി ആശയവിനിമയം നടത്തിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. നഗരസഭയ്ക്ക് സൗജന്യമായി ഭൂമി കൈമാറി നഗരസഭാ കൗൺസിലർ. വടക്കാഞ്ചേരി നഗരസഭ 32ാം ഡിവിഷൻ അത്താണി കൗൺസിലർ സേവ്യർ മണ്ടുംപാലയാണ്
തന്റെ ഉടമസ്ഥതയിലുള്ള മിണാലൂർ വടക്കേക്കരയിലെ 30 സെന്റ് സ്ഥലം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറിയത്. ഭൂരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് സമുച്ചയത്തിലൂടെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള നഗരസഭാ പദ്ധതിക്കായാണ് ഭൂമി കൈമാറിയത്. അത്താണി ഇടവക വികാരി ഫാദർ ഇട്ടിയച്ചൻ കുരിശ്ശേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനെ ആധാരം കൈമാറി. വാർദ്ധക്യത്തിൽ താങ്ങേകാനും പ്രായമായവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പുത്തൂരിൽ സെന്റർ ഫോർ സീനിയർ ലിവിംഗ് ആരംഭിക്കുന്നു. പുത്തൂർ പുഴിയോരം റോഡിൽ ആരംഭിക്കുന്ന സെന്ററിന്റെ കല്ലിടൽ ചടങ്ങ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് CMD ജോയ് ആലുക്കാസും ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജോളി ജോയ് ആലുക്കാസും ചേർന്ന് നിർവഹിച്ചു. പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ക്ലിനിക്കും ഡയാലിസിസ് യൂണിറ്റും 82 മുറികളിലായി 225 കിടക്കകളും ഈ സെന്ററിൽ സജ്ജമാക്കുന്നുണ്ട്. അതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രായമായവർക്ക് തികച്ചും സൗജന്യമായി സേവനങ്ങൾ ലഭ്യമാക്കും. പ്രായാധിക്യവും രോഗവും തളർത്തിയവർക്ക് കരുതലേകാൻ നിർമ്മിക്കുന്ന സെന്റർ ഫോർ സീനിയർ ലിവിംഗിൽ ആധുനിക ചികിത്സാ രീതികളാണ് ലഭ്യമാക്കുന്നതെന്ന് ജോയ് ആലുക്കാസ് പറഞ്ഞു. 30 കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഈ സെന്റർ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി ഇത്തരത്തിൽ 10 സെന്ററുകളാണ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനാണ് പ്രായമായവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സെന്റർ ഫോർ സീനിയർ ലിവിംഗ് നിർമ്മിക്കുന്നത്. പുത്തൂരിലെ സെന്റർ പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളായ 150ഓളം പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നും ജോയ് ആലുക്കാസ് പറഞ്ഞു. ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ അംഗങ്ങളും ആലുക്കാസ് കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8040 രൂപ, പവന് 64,320 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായുള്ള കാട്ടാന ആക്രമണങ്ങളിൽ ഭീതിയോടെ പ്രദേശവാസികൾ. ഇരിഞ്ഞാലക്കുടയിൽ വീണ്ടും സഹകരണ ബാങ്ക് കൊള്ളയെന്ന് BJP. കാരളം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ചും ബിനാമി വായ്പകൾ എടുത്തും സഹകാരികളുടെ പണം തട്ടിയെടുത്തതായി ആരോപണം. അളഗപ്പനഗർ പാലക്കുന്ന് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പൈപ്പ് വെള്ളം ലഭിക്കുന്നില്ലെന്ന് പരാതി. ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപവുമായി പ്രദേശവാസികൾ. വേനൽ കടുത്തതോടെ തീപിടുത്തങ്ങൾ പതിവാകുന്നു. കരണാട്ടുകരയിലും നന്ദിപുലത്തും ഒഴിഞ്ഞ പറമ്പുകളിൽ വൻ അഗ്നിബാധ. തീയണച്ചത് ഫയർഫോഴ്സ് എത്തി. തിരുവില്വാമല വില്വാതിരുനാഥ ക്ഷേത്രത്തിലെ ഏകാദശിക്ക് വൻ ഭക്തജന പ്രവാഹം. ഏകാദശി നാളിൽ പതിവ് പോലെ കുംഭാര സേവകരെത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.